എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. എന്നത്തെയും പോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രഭാത കർമ്മങ്ങളിലൊക്കെ എല്ലാവരും പ്രവേശിച്ചു. കുഞ്ഞുങ്ങളെയും ഭർത്താക്കന്മാരെയും ഒക്കെ ജോലിക്കും സ്കൂളിലൊക്കെ വിട്ടു. ഇനിയിപ്പോൾ വീട്ടമ്മമാരൊക്കെ ബാക്കി ജോലികളിലേക്കൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി കൂടെ ചെയ്യണം. നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നല്ലേ അവരെ നോക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കണമെങ്കിൽ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ സംരക്ഷിച്ചേ മതിയാവും. ഇന്ന് ഞാൻ പറയുന്നത് സൗന്ദര്യം. എല്ലാവരും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. പണ്ടത്തെ സ്ത്രീകൾക്ക് അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ അടുക്കളയിൽ കിടന്ന് കുറേ അലയും കഷ്ടപ്പെടും, കുറച്ച് മക്കളെ പ്രസവിക്കും, ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കും, അവരെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യാതെ ഈ ലോകത്തിൽ നിന്ന് പോകുന്നു. അതേസമയം ഇപ്പോൾ കുട്ടികളൊക്കെ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഞാനൊക്കെ ഈ ജോലിക്കൊക്കെ പോയിരുന്ന സമയത്ത് ഒന്നും നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അതാണ് ഈ മുഖമൊക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഗ്ലാമറായിട്ടൊക്കെ ഇരുന്നേന്. ഒന്നും ചെയ്തിട്ടില്ല. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതും എൻ്റെ ഫേസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും. അല്ലെങ്കിൽ ഒരു പൊട്ടുപോലും തൊടാതെ ഓടി അങ്ങ് പോകാൻ രാവിലെ 3 പിള്ളേരില്ലേ, ഉരിയും നാഴിയും പോലെ. ഇതിനെയൊക്കെ ആക്കി വിട്ടിട്ട് ഒക്കെ പോകണ്ടേ. അപ്പോൾ ആരോ വന്നു മുറ്റത്തതാണ് നോക്കിയത്. ഇന്ന് ഞാൻ നല്ല ഒരു ബ്യൂട്ടി ടിപ്പ്, അതായത് ഫേസ് പാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളമെടുക്കണം. ഒരു പാത്രത്തിൽ, ഒരു വാവട്ടമുള്ള ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളമെടുക്കണം. വെള്ളമെടുത്തിട്ട് അത് നല്ലോണം തിളയ്ക്കുമ്പോൾ ഒരു മുണ്ട് തലയിൽ ഇട്ടിട്ട് ആവി കൊള്ളണം. മുഖത്തിന് ഒരാഴ്ചയിൽ ഒരു തവണയെങ്കിലും ആവി കൊള്ളുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് ആവി കൊള്ളണം മുഖം. അതിന് ഈ വാവട്ടമുള്ള പാത്രമില്ലേ, അതായത് ഈ കുത്തുകുളം പോലത്തെയാണ് പാത്രം. പോലൊക്കെയുള്ള പാത്രം, വാവട്ടം കുറഞ്ഞ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കണം. പുട്ടുകുടമല്ലേ, അതുപോലൊരു പാത്രം എടുക്കുക. വാവട്ടം അത്യാവശ്യം, ഒരുപാട് വാവട്ടം വേണ്ട, ഇത്രേ പാടുള്ളൂ. ഇത് നിറച്ച് വെള്ളം എടുക്കരുത്. ഒരു അരഭാഗത്തിന് മുകളിൽ വെള്ളം എടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വിയർക്കണം മുഖം. ഈ ആവി കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ അങ്ങനെ തുടുതുടാന്നാവും കേട്ടോ. അപ്പോൾ ആവി കൊള്ളുക എന്നുള്ളതാണ് ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ തൈര്, കട്ട തൈര്. ഈ കട്ട തൈര് എടുക്കണം. നല്ല കട്ട തൈരായിരിക്കണം. അല്ലെങ്കിൽ വെള്ളമായിട്ട് കിടന്നാൽ ഒരു കട്ട തൈരെടുക്കുക. ഈ തൈരെടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫേസിനെ ഈ കട്ട തൈരെടുത്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യണം. ഞാനിതൊന്നും കാണിക്കുന്നേ ഉള്ളൂ, എൻ്റെ മുഖത്തിടുന്നില്ല. കാരണം ഞാനിതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്കിനിപ്പോൾ വയസ്സ് ആയപ്പോൾ എന്ത് ചെയ്യാനെന്താ, കട്ട തൈര് കണ്ടോ. ഈ കട്ട തൈര് 2 സ്പൂൺ എടുക്കാം. നമ്മുടെ മുഖത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 2 സ്പൂൺ കട്ട തൈര് എടുക്കുക. അതിനെ നമ്മൾ ഒന്ന് ഉടയ്ക്കുക. ഇതിനെ നമ്മൾ നമ്മുടെ ഫേസിലേക്ക് നന്നായി ക്ലെൻസ് ചെയ്യണം. നമ്മുടെ ഫേസ് ആവി കൊണ്ടതിന് ശേഷം മുഖം നന്നായിട്ട് തുടച്ചിട്ട്, ഇത് വളരെ നല്ലൊരു പാക്ക് തന്നെയാണ് കേട്ടോ. ഇത് നന്നായി മുഖം തുടച്ചിട്ട് ഈ തൈര് നമ്മൾ നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിച്ച്, നമ്മൾ ഈ മൂക്കിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച്, നമ്മൾ കണ്ണിൻ്റെ ഇവിടെ ഒക്കെ തൈരല്ലേ, ദോഷമില്ലല്ലോ. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് മൂക്കിൻ്റെ ഇവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ
ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് അത് നമ്മൾ ഒന്നുകിൽ കഴുകി കളയുക, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് തുണി കൊണ്ട് തുടയ്ക്കുക. നമ്മുടെ മുഖം വളരെ സോഫ്റ്റാണ്, അപ്പോൾ ഒരുപാട് ഇട്ട് പ്രസ് ചെയ്യരുത്. പിന്നെ ഈ തോർത്ത് പോലുള്ള ഈ കണ്ണകനെയുള്ള തോർത്തൊന്നും എടുക്കരുത്. സോഫ്റ്റായിട്ടുള്ള ടർക്കിയോ അല്ലെങ്കിൽ സോഫ്റ്റായിട്ടുള്ള നമ്മുടെ ഈ എന്തെങ്കിലും തുണികൾ, നമ്മുടെ പിന്നെ ഷാളായാലും മതി. അതുകൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതാ ഇതിലെ മെയിനായിട്ടുള്ള ആൾ ചോറ്. ഈ ചോറ് നമ്മൾ മിക്സിയിലിട്ട് ഈ തൈരും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട്, ഈ ചോറ് ഇത്രയും ചോറ് വേണ്ട, 2 ടേബിൾ സ്പൂൺ ചോറ് മതി. ഈ ചോറും തൈരും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് അടിക്കണം. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫേസിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. നന്നായിട്ട് ഇത് പുരട്ടി കൊടുക്കുക. പുരട്ടിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ആ തൈരും ചോറും കൊണ്ട് മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മതി. അത് കഴിയുമ്പോൾ അത് കഴുകിയോ തുടച്ചോ കളയുക. അതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. ബാക്കി ഇരിക്കുന്ന തൈരില്ലേ, ഈ തൈരിലേക്ക് നമ്മൾ 1 സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. ഏത് കാപ്പിപ്പൊടിയും ആകട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ തേൻ തീരാനായി, ഈ തേനും കൂടി ഒഴിക്കുക. അപ്പോൾ തൈര്, കാപ്പിപ്പൊടി, തേന്. പിന്നെ ചിലർക്ക് നമ്മുടെ മഞ്ഞൾ മുഖത്തിന് യോജിക്കില്ല. മുഖത്തിന് യോജിക്കുന്നവരാണെങ്കിൽ, നമ്മുടെ സ്കിന്നിന് ചിലർക്ക് മഞ്ഞൾ യോജിക്കുന്നവരാണെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലൊരു പാക്ക് അത് കേട്ടോ, അതുണ്ടാക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് കാപ്പിപ്പൊടി, തൈര്, കാപ്പിപ്പൊടി, തേന്. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ തേനില്ലെന്നിരിക്കട്ടെ, നിങ്ങൾ തേൻ സ്കിപ്പ് ചെയ്തിട്ട് 1 തുള്ളി നാരങ്ങാനീരോ 1 തുള്ളി വെളിച്ചെണ്ണയോ ഒഴിച്ചാൽ മതി. എന്നിട്ട് ആ പായ്ക്ക് നമ്മൾ നന്നായിട്ട് മുഖത്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ ഒരു മസാജിങ് ഒന്നുമില്ല. അങ്ങനെ തേച്ചതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റ്, വേനൽക്കാലമാണെങ്കിൽ 10 മിനിറ്റ് മതി, മഴക്കാലം അതെ വേനൽക്കാലമാണെങ്കിൽ 10 മിനിറ്റ് മതി, മഴക്കാലമാണെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മുടെ ഫേസിൽ അതിരിക്കട്ടെ. അതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് മുഖം കഴുകി തുടച്ച് നമ്മൾ നന്നായിട്ട് തുടച്ച് വയ്ക്കുക. അപ്പോൾ ഈ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിന് വളരെ 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 മാറ്റമുണ്ടാകും. വെട്ടിത്തിളങ്ങുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ മുഖത്തെ ആ ക്ഷീണവും ആ വാട്ടവും ആ കറുപ്പും മീൻസ് കറുപ്പും വെളുപ്പും ഒക്കെ സൗന്ദര്യം തന്നെയാണ്. അതല്ല, ഒരു ഫെയ്ഡ് ആകുമല്ലോ നമ്മൾ ജോലിയൊക്കെ ഒരുപാട് ചെയ്യുകയും വെയിലത്ത് പോവുകയൊക്കെ ചെയ്യും. അതെല്ലാം മാറി മുഖത്തിനൊരു നല്ല ഗ്ലേസിങ് കിട്ടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി, സ്നേഹം.